ചെറിയ രീതിയിൽ 2 നമ്പറുകൾ കളിക്കാം. നമ്മുടെ കലാഭവൻ സുഭാഷൊക്കെ മിമിക്രി അവതരിപ്പിച്ചപ്പോ എനിക്കൊരു താല്പര്യം 2 എണ്ണം പറഞ്ഞാൽ കൊള്ളാവും. ഒന്നും മിണ്ടാതിരട്ടെ കുട്ടികളെ. എടി സാന്ദ്രെ, നീ കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട് നിനക്ക് അവിടെ പോയിരിക്കാവോ? എത്ര പ്രാവശ്യമായിട്ട് പറയണു? തുടങ്ങിയപ്പോ അതിൽ തുടങ്ങിയാൽ ഇവിടെ കയറി കിടന്നത്തോളില്ല. എന്തിട്ട് ചെയ്യും? ഒന്ന് പോയിരിക്കട്ടെ. എന്റെ മാറ്റി നിന്നോട്ട് വേണ്ടി പറഞ്ഞു മിണ്ടാതിരിക്കുന്നത് കേട്ടോ. ചേട്ടനൊരു പ്രോഗ്രാം അവതരിപ്പിക്കട്ടെ. മോർഫിംഗ് എന്നൊരു സംഭവം നമുക്കറിയാം. മിമിക്രിയിൽ ഒരു ചെറിയ 2 നമ്പർ കാണിക്കാം. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ സൗണ്ട് ക്ലിയർ ആണോ? നമ്മൾ പറയുന്നത് കേൾക്കാമോ? ഓക്കെ. മധുവിന്റെ സൗണ്ട് 500 അല്ലെങ്കിൽ എൻ പിള്ള എന്ന് പറയുന്ന മനുഷ്യന്റെ സൗണ്ടിലേക്ക് മാറുന്നതായിട്ട് ഒരു ചെറിയ സാമ്യം. എന്റെ മോനെ രാഘവ, എന്താ കുറെ നേരമായല്ലോ നീ എവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്? എടാ നിന്നോടാ ചോദിച്ചേ. ആണാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാ. എടാ കയറി വരാൻ. കയറി വരാനാ പറഞ്ഞേ. എടാ ആണാ ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞേ. എടാ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ വീട്ടിൽ പ്രവേശനം ചെയ്യാത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കയറി വരാൻ. അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി വേണിച്ചേട്ടന്റെ സൗണ്ട്, നെടുമുടി വേണുവിന്റെ സൗണ്ട് ഉമ്മൻചാണ്ടിയുടെ സൗണ്ടായിട്ട് മാറുന്നതായിട്ട് ഒരു മിനിറ്റ്. സോറി. നെടുമുടിയുടെ സൗണ്ട് ഉമ്മൻചാണ്ടിയുടെ സൗണ്ടായിട്ട് മാറുന്ന ഒരു രംഗം. ഭയ്യ ഭടു കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി എന്നിട്ടാ നല്ല നിർത്തിയ എന്നിട്ടെന്ത് നേടി? ഒന്നും നേടിയില്ല എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. രാഷ്ട്രീയത്തിൽ ശ്രീമാൻ കെ ആന്റണിയെ പോലെ തന്നെ കുറെ പാലകളെ സമ്പാദിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഞാൻ നേടിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഇനി നമ്മുടെ നരേന്ദ്രപ്രസാദ്, നമ്മുടെ ശാന്തുകൊട്ട് എന്ന സിനിമയിൽ ദിലീപ് ചെയ്ത റോള് ഈ നരേന്ദ്രപ്രസാദ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ ചെയ്ത റോള് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കുന്നത്. അപ്പൊ നരേന്ദ്രപ്രസാദ് സാറ് ഈ ദിലീപിന്റെ റോള് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് 1-2 ഡയലോഗ് പറയിക്കാം. അതിനകത്ത് മാങ്ങ പറയും ചെടി കുത്താൻ, മാങ്ങ പറയും ചെടി കുത്താൻ, മാങ്ങ പറിച്ചതിന് ശേഷം മാത്രമേ ചെടി കുത്താവൂ. അതുപോലെ തന്നെ റോസിക്ക് വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ റോസി പോയിക്കോ. താങ്ക് യു. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വേറെ സംഭവം കാണിക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓക്കെ. നമുക്കറിയാം UK-യിലേക്ക് വരുമ്പോൾ ഇപ്പോ നേഴ്സുമാർക്ക് മാത്രമല്ല, നേഴ്സുമാർക്ക് IELTS വേണം നിർബന്ധമായിട്ട് നമുക്കറിയാം. ഓരോ ദിവസവും അതിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡിപ്പെൻഡൻസിനും വിസിറ്റേഴ്സിനും പോലും ഇതിനോടാണ് ഏതോ കൊച്ചുപ്രേമ താൻ മോട്ടോർ വേയിൽ കൂടി വണ്ടി ഓടി പോകുമ്പോ തന്നോട് അവിടെ ബോർഡ് എഴുതിവെച്ചിരിക്കുന്നത് കാണുന്നു, സ്പ്രേ എന്ന്. താൻ എന്ത് ചെയ്യും? അയ്യോ അത് പിന്നെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന പോലെയാണല്ലോ. ഞാനവിടെ നിർത്തി എല്ലാ സ്പ്രേയും വാരിക്കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. താനവര് സ്പ്രേ വാരിക്കൂട്ടാൻ ചെന്നാൽ തന്നെ അവര് വാരിക്കൂട്ടും. എങ്കിൽ അടുത്ത ചോദ്യം ശ്രീ ജനാർദ്ദനോടാവട്ടെ. എടോ ജനാർദ്ദന, മോട്ടോർ വേയിൽ ഷവർ സ്ലോ ഡൗൺ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നു. താൻ എന്ത് ചെയ്യും? അങ്ങനെ ബോർഡ് വെച്ചിരിക്കുമ്പോ ഞാൻ എന്റെ സ്പോർട്സ് കാറുമായിട്ട് പോയിട്ട് അതിന്റെ മൂടി തുറന്നിട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഷവർ എടുത്ത് കുളിച്ചിട്ട് വരും. ഫ്രീ ആയി കുളിക്കാമല്ലോ. താൻ ഇങ്ങനെ കുളിക്കാൻ നടന്ന തന്നെ അവൻ കുളിപ്പിച്ചു കിടത്തും. ആരവിടെ ഇരിക്കട്ടെ. എടോ സത്യ, ഈ അടുത്തത്
ഒരു ലിസണിങ്ങിന്റെ ക്വസ്റ്റ്യനാണ്. ഞാൻ പറയുന്നത് വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പദമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എടി കുട്ടികളെ നിങ്ങളുടെ വിടാതിരിക്കാൻ പറ്റില്ല. കുറെ നേരമായിട്ടടി ഇന്റർനെറ്റ് സാന്ദ്രത പറഞ്ഞു പോയിരിക്കും. എടി മാലു, നീ എവിടെ സീറ്റിൽ പോയിരുന്നേ? ഒരൊറ്റ പിച്ച് ചെയ്യാൻ പറ്റൂട്ടോ. കുറെ നേരെ പഠിക്കട്ടെ. രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ട് ഇങ്ങോട്ട് വന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരാളോട് പ്രത്യേകമായി നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ വന്നതിലും ഈ സുദിനം വളരെ സന്തോഷകരമാക്കി തീർത്തതിലും ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ ഒരു കാര്യം വിചാരിക്കണം, ഇന്നത്തെ ഈ ദിവസം ഇത്ര സന്തോഷം നിറഞ്ഞതാക്കി തീർക്കാൻ വളരെയേറെ അസാന്ദ്ര പരിശ്രമം ചെയ്ത കുറെ ആളുകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദി പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറവേളം ചെണ്ടെങ്കിൽ വെച്ചുളി മക്കള മരമണികിണി പലതാളം തക്കിടകിടതകതാ ഒരു പെരയരുത് അമ്മ അളവുകളുടെ ചുടുപകടകളുടണ ഒരു വരമിനി അതിനരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുണുങ്ങി മണങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമറയിൽ ഞാനതിരല്ലടവും ഒന്നും പേരഞ്ചാറട്ടില്ലത്തലി പിടികടലുകളൊരു തൂകുന്നിട്ടൈ വെച്ചാരടോ ഈ മേലെ ഒന്നും ചിക്കിടയിൽ അടയ്ക്കൽ കാച്ചു അപ്പം വാങ്ങാൻ പഴം തൊടികളിൽ പിടികളിൽ അമ്മ പോയി കുഴവീനെഴുപത് കിഴവികൾ അഴകും കറമറ ഇടിയില്ലോ ഇടിക്കും പിടിക്കും വഴിക്കും കൊഴിക്കും കറിക്കും മുറുക്കും ചെറുക്കാം മെതിക്കും ചതക്കും മുറിക്കും തൊലിക്കും കുരുമുള കരിവഴി ഒരു പിടി വിതറി വിടും. അടിതെറ്റിപ്പൊപ്പത്തോ ഇതല്ലേ കുയ്യാനേ നിന്നിഷ്ടം തന്നിഷ്ടം അതിന്താരോ പിടകാനെ പിടയ്ക്കും പൂഞ്ചാവൽ തോഴിക്കാൻ പിന്നാലെ കൂക്കൻ തെയ്യന്താരോ ആനത്തടിയനും ആനയ്ക്കൊടയനും ആനത്തൊടിയന് നിലയില്ല അമ്പാടിച്ചത് തവളക്കുഞ്ഞ തലയറ്റം വരെ അയ്യല്ല തലയിലിരിക്കുന്ന വാലിൽ നിറങ്ങല്ലടാ. മണിക്കൂട് തനിക്ക് ഒരു പെട്ടെന്ന് അറിയല്ലടാ. ഒരു കൈ കൊരുതാം കരുവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അടയാം വാടാം കുഴിമണിയാം പടകാളി ചണ്ടിക്കങ്കരി പോറ്റി മാർഗി ഭഗവതി കരിയണി അരിവോടിയും വിത്തിരികണിയനുമേ പറവേളം ചണ്ടത്തേങ്കി മക്കള മരമണികിണി പലതാളം തക്കിടകിടതകതാ ചുവടുകളിൽ ഒരു ചെറിയുടെ പേരരുതേ അമ്മ പോയി അളവുകളുടെ ചുടുപകടകളുടെ ഒരു വരമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കൊണുങ്ങും മണങ്ങി തലങ്ങും തിലങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയിലും ഞാനതിരല്ലടവും അവോ